കൈക്കൂലി വാങ്ങിയെന്ന കുറ്റസമ്മതം നടത്തി തൃക്കാക്കര നഗരസഭയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ നിതീഷ് റോയി സെക്രട്ടറിയുടെയും കൗൺസിലേഴ്സിന്റെയും മുന്നിലാണ് 8,000 രൂപ വാങ്ങിയെന്ന് കുറ്റസമ്മതം നടത്തിയത്. ദൃശ്യം 24. അങ്ങനെയൊന്നുമില്ലേ? അല്ല, നമ്മളെ ഇതിപ്പോ ഒരു ഗ്രീൻ ഫോൺ ചെയ്യാൻ വേണ്ടി ഇവിടെ ഈ ഭാഗവും NGO കോൺഗ്രസ് അവിടെ ചെയ്യാൻ വേണ്ടി ആരെങ്കിലും ചെറിയ തരുവാണെങ്കിൽ ആര് പറഞ്ഞു? നിങ്ങൾ ആരാ ചുമതലപ്പെടുത്തിയത്? ചുമതലപ്പെടുത്താതെ നിങ്ങളോട് മേടിക്കാൻ നിങ്ങൾക്ക് ആരാധിയായിരുന്നു. അല്ല, നമ്മളിപ്പോ ആരെയും തരുമ്പോ വാങ്ങുമല്ലോ. അങ്ങനെ മേടിക്കാൻ പാടില്ലല്ലോ. അത് കൈക്കൂലിയാണ് എന്റെ പേരിൽ പറഞ്ഞത്. ഞാനത് കൊടുക്കുകയും ചെയ്തത് വാങ്ങിച്ചു. ഉള്ള കാര്യം നിരീക്ഷ പറഞ്ഞു. ഇവിടുത്തെ വിഷയം ഇത് പുറത്തേക്ക് വായിക്കാൻ വേണ്ടി നിരീക്ഷ ഇതേമാതിരി മുമ്പ് പ്രശ്നം ഉണ്ടായിട്ടില്ലേ? എന്താണ് നമ്മള് ഈ നിതീഷ് ജയച്ചനോട് പല പ്രാവശ്യം ഇവരെല്ലാരും പറഞ്ഞതാ, ഞാനടക്കം പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ പല കേസിനകത്തും ഞങ്ങൾ വിട്ടുവീഴ്ച ചെയ്തിട്ട് വിട്ടിട്ടുണ്ട്. പല കേസിനകത്തും ഏതാണ്ട് നിങ്ങൾക്ക് അർഹതപ്പെട്ടതാണ് നിങ്ങൾ വാങ്ങിക്കണം എന്നുള്ള ഒരു ധാർഷ്ട്യം നിങ്ങളെ മനസ്സിലാക്കുള്ളൂ. ഇപ്പോഴും നിങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിനകത്ത് ധാർഷ്ട്യമുള്ളതുകൊണ്ടാണ് ഞാൻ പറയണത്. ഇതിനകത്താവുന്നല്ല. അല്ലാതെ നടത്താൻ വരുന്നവരെ ആദ്യം മേടിച്ച് കൈക്കൂലി മേടിച്ച് കുമാർ കൊച്ചിയിൽ നിന്ന് ചേരുന്നു. ശ്യാമയെ അവസാനം അദ്ദേഹം സമ്മതിച്ചോ അത് കൈക്കൂലി ആയിരുന്നുള്ളത്, അതോ വേറെ എന്തെങ്കിലും 8,000 രൂപ വാങ്ങിച്ചാണോ? ഒരു നിരപരാധിയ മനുഷ്യനെ ക്രൂശിക്കാൻ പാടില്ല എന്നതുകൊണ്ടാണ്, നിരപരാധിയാണോ എന്ന് എനിക്കറിയില്ല ഞാൻ പറയുന്നത്. SKN ഈ സെക്രട്ടറിയുടെയും കൗൺസിലർമാരുടെയും ഒക്കെ മുന്നിൽ വെച്ച് അവസാനം സമ്മതിക്കുന്നുണ്ട്. ആരും പറയാതെ പണം വാങ്ങി എന്നുള്ളത് മാത്രമല്ല, അത് കൈക്കൂലി ആയിരുന്നു എന്നുള്ളത്. അതിനുശേഷമാണ് പിന്നീട് ആ പണം തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷേ ഇതേ ആളിനെതിരായിട്ട് നേരത്തെയും ഹെൽത്തിൽ നിരവധി പരാതികൾ ഉൾപ്പെടെ ഉയർന്നിരുന്നു. ഇത്തവണ തന്നെ ആദ്യം ഈ റെസിഡൻഷ്യൽ പെർമിറ്റ് നൽകാമെന്ന് പറഞ്ഞാണ് ഒരു വീട്ടുകാരനിൽ നിന്ന് ആദ്യം 3,000 രൂപ വാങ്ങുന്നത്. പിന്നീട് ആ പണം പോരാ എന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി 5,000 രൂപ ഗൂഗിൾ പേ ചെയ്താണ് ഇയാൾ വാങ്ങിയത്. ഇതൊന്നും നഗരസഭയോ സെക്രട്ടറിയോ അങ്ങനെ ആരും ചുമതലപ്പെടുത്താതെയാണ് ഈ വ്യക്തി, അതായത് ഹെൽത്ത് ഇൻസ്പെക്ടർ ആയിരുന്ന ഈ വ്യക്തി ഈ പണം വാങ്ങിയെടുക്കുന്നത്. പിന്നീട് ഈ പരാതിക്കാരൻ പൈസ കൊടുത്തിട്ടും തനിക്ക് ആ സേവനം ലഭിച്ചില്ല എന്ന് പറഞ്ഞ് നഗരസഭയിൽ എത്തിയതോടെയാണ് ഈ വിവരം പുറത്തറിയുന്നത്. ഉടനെ തന്നെ കൗൺസിലർമാരും സെക്രട്ടറിയും അടക്കം ഇയാളെ വിളിച്ച് സംസാരിച്ചു, പണം തിരികെ കൊടുത്തു. പക്ഷേ കൈക്കൂലി വാങ്ങിയ വിവരം സെക്രട്ടറി മുകളിലേക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാഭാവികമായും അച്ചടക്ക നടപടി വരേണ്ട, സസ്പെൻഷനിൽ പോകേണ്ട, വകുപ്പ് തല നടപടികൾ വരേണ്ട ഒരു കുറ്റകൃത്യമാണ് ആ ഉദ്യോഗസ്ഥൻ ചെയ്തിരിക്കുന്നത്. ഒരു സാധാരണക്കാരന് ഒരു സേവനം, ഇല്ലാത്ത സേവനം നൽകാമെന്ന് പറഞ്ഞ് വഞ്ചിച്ച് പണം വാങ്ങി, കൈക്കൂലി വാങ്ങി എന്ന് തന്നെയാണ് പറയുന്നത്. സംസ്ഥാന വിജിലൻസ് അടക്കം ഈ വിഷയം ഇപ്പോൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾക്കെതിരായിട്ട് ആ സെക്രട്ടറി തന്നെ ആ വീഡിയോയിൽ പറയുന്നുണ്ട്, മുൻപും പലതവണ ഇത്തരം ക്രമക്കേടുകളിൽ നിങ്ങൾ പെട്ടപ്പോൾ ഞങ്ങൾ രക്ഷിച്ചു. അതായത് മുൻപും കൈക്കൂലി വാങ്ങിയപ്പോൾ സംരക്ഷിക്കപ്പെട്ട ഉദ്യോഗസ്ഥനാണ് ആ തണൽ ഉപയോഗിച്ചുകൊണ്ട് വീണ്ടും കൈക്കൂലി വാങ്ങിയിരിക്കുന്നത്. അത് സമ്മതിക്കുന്നതും ഉദ്യോഗസ്ഥരുടെയും ആ നഗരസഭയിലെ സെക്രട്ടറിയുടെയും മുന്നിലാണ്. പക്ഷേ ഇപ്പോഴും അതേ ഉദ്യോഗസ്ഥൻ അതേ നഗരസഭയിൽ തുടരുന്നു. ഈ പരാതിക്കാരന് പണം തിരികെ കൊടുത്ത് മറ്റു നടപടികളിലേക്ക് പോകാതെ ഈ കൈക്കൂലിക്കാരനെ വീണ്ടും സംരക്ഷിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അയാൾ ആ കൈക്കൂലി വാങ്ങുന്നതിന്റെ ഏകദേശം 15 മിനിറ്റുള്ള വീഡിയോയാണ് SKN. അതിലാണ് അയാൾ അക്കാര്യം സമ്മതിക്കുന്നത്. ആ വീഡിയോയാണ് ഇപ്പോൾ നമ്മൾ പുറത്തുവിടുന്നത്. ഇതേ വീഡിയോ സംസ്ഥാന വിജിലൻസിന്റെ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുമുണ്ട് SKN. താങ്ക് യു. എന്തായാലും കൈക്കൂലി വാങ്ങുന്നത് പോലെ തന്നെ ആപത്താണ് കൈക്കൂലി കൊടുക്കുന്നതും. അത് നമ്മൾ പ്രത്യേകിച്ച് മനസ്സിൽ തീക്കൊള്ളി കൊണ്ട് എഴുതി സൂക്ഷിക്കണം.